കൂട്ടിയെ. ഇതിപ്പോ എല്ലാം കൂടി ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥിതിയായല്ലോ. ആദ്യമായിട്ട് പ്രോഗ്രാം തുടങ്ങുമ്പോഴേ എന്താണ് ചെയ്യും നമുക്കറിഞ്ഞൂടെ? അതെന്ത് പറയാനാ സുമേഷ്, പ്രാർത്ഥനയാടാ. ഏത് നല്ല കാര്യത്തിനും ആദ്യം തന്നെ പ്രാർത്ഥന. എനിക്കറിയാം, പഠിപ്പിക്കണ്ട. അതാ പ്രാർത്ഥന പാടാൻ പറ്റിയ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പേര് കേട്ടപ്പോഴാർക്ക് മനസ്സിലായത് പ്രാർത്ഥന പാടാൻ പറ്റിയ ആൾക്കാരാണ്. ആൻഡ് ഗോഡ് ഗിഫ്റ്റ് ആൻഡ് ഗിഫ്റ്റ് ഫ്രീ ആൻഡ് ഏഞ്ചല ഗിഫ്റ്റ് ഫ്രീ അല്ലേ? പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്തല്ലേ? ഓക്കെ അമ്മേ, പ്രാർത്ഥന കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമോ? അത് ശരി. ഇനി ഇപ്പോഴേ എങ്ങനെ ഞാൻ ചെയ്യാ? അമ്മ, ഞാൻ വളരെ ആവേശത്തോടെ വന്നതാണ്. പക്ഷെ ഇത്ര ആൾക്കാർ കണ്ടപ്പോൾ ഞാൻ നർവസായി. എനക്ക് അറിഞ്ഞുകൂടായിട്ടാ ഞാൻ ഇവരെ കൂട്ടിയത്. ഓനെ അറിഞ്ഞോളൂ. ഇപ്പത്താക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞതാ. സ്വാഗതം പറയല്. സ്വാഗത പ്രസംഗം, വെൽക്കം സ്പീച്ച് അല്ലേ? അതിനെ പറ്റിയ ആളുകൾ ആയിക്കോട്ടെ, വിളിക്കും. ഞാൻ എഴുതി കൊണ്ടുപോയിട്ടുണ്ട്. പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ് മിസ്റ്റർ അജയൻ ഇ. സ്വാഗത പ്രസംഗം നടത്താൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനിങ്ങനെ അന്വേഷിക്കണ അതെ, പ്രൊഡ്യൂസർ വിളിക്കണ്ടില്ല. നോ ലിമിറ്റ് ഫിലിംസിൻ്റെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഈ യാത്രയുടെ തുടക്കം കുറിക്കുവാനായി വയസ്സെത്രയായി 31 ഞങ്ങളുടെ ആദ്യ സംരംഭം തയ്യാറായിരിക്കുന്നു. ഈ പടം ഷൂട്ട് ചെയ്യുവാനുള്ള ലൊക്കേഷൻ, മനോഹരമായ ലൊക്കേഷൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന മലഞ്ചാൽ പറമ്പത്ത് നിവാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കലാകാരന്മാരും നടന്മാർക്കും നടിമാർക്കും, ഞാൻ ഇതിലെ എല്ലാ ടെക്നീഷ്യന്മാർക്കും സ്വാഗതം ചെയ്യട്ടെ. ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നോ ലിമിറ്റിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യട്ടെ. സുമേഷ്. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. എന്നാൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ ആൾ വിളിച്ചു കഴിഞ്ഞാലോ? മെയിൻ പരിപാടിയിലേക്ക് അല്ലേ? ഞാൻ വിളിക്കട്ടെ? പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ് ജി.എസ്. വിജയൻ സാർ, ഡയറക്ടർ ഓഫ് ഫെഫ്ക. പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ് സാർ, പ്ലീസ്. നമസ്കാരം. ഈ സിനിമയുടെ സംവിധായകൻ പപ്പൻ വളരെ പണ്ട് തന്നെ മദിരാശിയിൽ വന്ന കാലം മുതൽ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്താണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പപ്പൻ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ കാലത്ത്. സിനിമയുടെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ സിനിമ നന്നായിരിക്കുമെന്നാണ് അതിൻ്റെ ആദ്യം ഇറങ്ങിയ സോങ് കാണുമ്പോൾ തോന്നുന്നത്. വളരെ നന്നായിട്ട് പപ്പനത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർ വെച്ചാൽ മോശം പുതിയ ആൾക്കാരാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു ആൾക്കാരെ ഇഷ്ടപ്പെടുന്നൊരു സിനിമ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വളരെ നല്ലൊരു നിർമ്മാതാവിനെയാണ് പപ്പന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട പിൻബലം കൊടുക്കുകയും ചെയ്ത ഒരു നിർമ്മാതാവാണ്. അദ്ദേഹത്തെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയ്ക്ക് എപ്പോഴും ആവശ്യമാണ്. അദ്ദേഹം ഇനിയും മലയാള സിനിമയ്ക്ക് ഇത് കഴിഞ്ഞും ഒരു കരുത്തായി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമ്മൾ ഈ ഉദ്ഘാടന കർമ്മത്തോടൊപ്പം തന്നെ സാറിനെ കൊണ്ട് നമ്മുടെ ബാനർ ലോഞ്ച് കൂടെ ചെയ്യുന്നതാണ്.
അടുത്തതായി നമുക്ക് ടീസർ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടർ എം പത്മകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഏതൊരു പുതിയ സിനിമയും എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും ആവേശവും പകരുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുകൂടിയായ പപ്പൻ്റെ ഒരു സിനിമ എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത്. അപ്പം 2018 അവസാനം സിനിമ ചെയ്തത്. ഞാൻ ഇതിൻ്റെ പ്രൊമോ സോങ് കണ്ടു. വളരെ ഗംഭീരമായിട്ടൊരു പ്രൊമോ സോങ്ങോടുകൂടിയാണ് സിനിമ ലോഞ്ച് ചെയ്തത്. സിനിമയുടെ ഒരു എന്തായിരിക്കും സിനിമ എന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ആ പ്രൊമോ സോങ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായും ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്ന, അവർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരുപാട് ആഘോഷിക്കുന്ന ഒരു സിനിമയായിരിക്കും വയസ്സെത്രയായി 31 എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. എല്ലാവിധ ആശംസകളും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. 30 വയസ്സെത്രയായി 37 എല്ലാ ക്രൂ മെമ്പേഴ്സിനും, എല്ലാ ആക്ടേഴ്സിനും, പപ്പനും പ്രൊഡ്യൂസേഴ്സിനും, ബാക്കി എല്ലാവർക്കും ഒരിക്കലും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. സാറിൻ്റെ പ്രസൻസിൽ തന്നെ നമ്മൾ നമ്മുടെ ടീസർ ലോഞ്ച് ചെയ്യുന്നതാണ്. എൻ്റെ തള്ളു കേട്ടിട്ടില്ല, ഞാൻ തള്ളുന്നില്ല, അമ്മേൻ്റെ തള്ളു കേട്ടിട്ട് ഇവർക്കെല്ലാം ബോറടിച്ചിരിക്കുക. പ്ലീസ്. ഞാൻ മാത്രമല്ല തള്ളുന്നു, ഇനിയും തള്ളുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ തള്ളുന്നില്ല. എൻ്റെ തള്ള ഇത്രയും കണ്ടതമ്മ. നമുക്ക് ഇവരെല്ലാം ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഒരു ഗസൽ ഗായകൻ. അതെന്നറിയാം നമുക്ക്? ഇല്ല. വിളിക്കട്ടെ? വിളിക്കട്ടെ? ആ, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ് മിസ്റ്റർ അലോഷി യാദവ്. പ്ലീസ് വെൽക്കം. നല്ല കയ്യടി കൊണ്ടോട്ടെ കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. മനോഹരമായ ഒരു വേദി, പ്രൗഢമായ ഒരു സദസ്സ്, ഒരുപാട് വേണ്ടപ്പെട്ടവർ മുന്നിലിരിക്കുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നൊരു പാട്ടുകാരനാണ്, അല്ലെങ്കിൽ പാട്ടുകാരനാണ്. ഇങ്ങനെ ഈ ഒരു സിനിമയുടെ വയസ്സെത്രയായി എന്നുള്ള പടത്തിൻ്റെ ഇതിൽ പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അണിയറയിലും ഇതിലൊക്കെ ഉണ്ട്, അഭിനയിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ളത് കുറച്ച് പാട്ടുകളായിട്ട് ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ്. ഇത് വന്ന് വെച്ചിട്ട് കഴിഞ്ഞ് ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം വന്നതിന് ശേഷം കുറച്ച് പാട്ടുകളായിട്ട് ഇരിക്കാം. എന്തായാലും ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന്, ഈ പടത്തിന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിക്കുകയാണ്. പടം ഗംഭീരമാവട്ടെ. ഒരുപാട് സന്തോഷം. അമ്മ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഏതാ? വയസ്സെത്രയായി 30. ആ സിനിമയുടെ ഡയറക്ടർ വിളിക്കാൻ നേരായി. എന്നാ വിളിക്കട്ടെ? പ്ലീസ് വെൽക്കം അവർ ഡയറക്ടർ പപ്പൻ ടി നമ്പ്യാർ. നല്ലൊരു കയ്യടി പ്ലീസ്. പപ്പൻ ടി നമ്പ്യാർ അന്ന് മദുരാശിയുടെ തെരുവോരത്തെ സിനിമാ കമ്പനികളിൽ നിന്ന് പഠിച്ച ബാലപാഠങ്ങളിലൂടെ മഹാരഥന്മാരായ സംവിധായകരുടെ ശിക്ഷണത്തിൽ പയറ്റി തെളിഞ്ഞു വളർന്ന ആ യോദ്ധാവ് ഇന്ന് മലയാള സിനിമയുടെ പുതിയ കാലത്തിന്റെ രസതന്ത്രങ്ങളെ തന്റെ കരവലയത്തിലാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. രാജസേനൻ ഉൾപ്പെടെയുള്ള പ്രമുഖ സംവിധായകരോടൊപ്പം ആദ്യത്തെ കൺമണി, അന്യൻ ബാവ, ചേട്ടൻ ബാവ, മേലേപ്പറമ്പിൽ ആൺവീട് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ചതിന്റെ അനുഭവ പരിചയവും 6 തെന്നിന്ത്യൻ സിനിമകൾ സംവിധാനം ചെയ്ത അമൂല്യമായ സിനിമാ അനുഭവങ്ങളിലൂടെ കൈവരിച്ച ദിശാബോധവും വയസ്സെത്രയായി 30 എന്ന ഈ ചിത്രത്തിന്റെ സംവിധായക വേഷമണിയുമ്പോൾ ശ്രീ പപ്പൻ ടി നമ്പ്യാർക്ക് കരുത്തു പകരുന്ന ഘടകങ്ങളായി ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ പപ്പൻ ടി നമ്പ്യാർ. ഹലോ, എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, ശ്രീ GS വിജയേട്ടൻ. അദ്ദേഹത്തെ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ, ഞാൻ ചെന്നൈയിൽ സിനിമ പഠിക്കാൻ പോയ കാലം മുതൽ അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ കൃഷ്ണകൃപാസാഗരം എന്നൊരു സീരിയൽ ഞാൻ അസോസിയേറ്റ് വർക്ക് ചെയ്തിരുന്നു. ആ കാലത്ത് കർക്കശക്കാരനായ, മുഖം നോക്കാതെ ആർട്ടിസ്റ്റുകളോടും അതുപോലെ ടെക്നീഷ്യൻസോടൊക്കെ പുള്ളി വളരെ വളരെ കർക്കശമായിട്ടാണ് സംസാരിക്കാറ്. എനിക്ക് ഒരു ചെറിയ തെറ്റ് പറ്റി. ആർട്ടിസ്റ്റിൻ്റെ എന്തോ ഒരു കുഴപ്പത്തിൽ എന്തോ ഡയലോഗ് പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ അദ്ദേഹം ചീത്ത വിളിച്ചു. ചീത്തവിളി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചീത്തവിളിയാണ് കോദണ്ഡറാമ എന്നാ വിളിക്കുക. ആ കോദണ്ഡറാമ വിളി
എപ്പോഴും ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഉണങ്ങാറുണ്ട്. അതേപോലെ പത്മകുമാർ, അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഒരുപാട് വർഷത്തെ കോഴിക്കോട് വെച്ച് ഞാൻ TRS അക്കമായിട്ടൊരു കഥാചർച്ചയിൽ പങ്കെടുത്ത സമയത്തെ പത്മകുമാറിനെ കാണാറുണ്ട്. അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ സോഹൻലാൽ ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹവുമായിട്ട് നല്ല പരിചയമുണ്ട്. അതേപോലെ അടുത്ത നമ്മുടെ ഫംഗ്ഷന് പറയേണ്ട ഒരു സെഗ്മെന്റ് ചെയ്യുന്ന പുള്ളിയാണ് ബാബു ജനാർദ്ദനൻ, അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. അപ്പം ഇത് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ സിനിമ വയസ്സത്തെ നോ ലിമിറ്റ് ഫിലിംസ്, വളരെ അക്ഷരാർത്ഥത്തിൽ നോ ലിമിറ്റ്, പൈസക്ക് ഉണ്ടായിട്ടില്ല, ഭക്ഷണത്തിൽ ഉണ്ടായിട്ടില്ല, മറ്റൊരു കാര്യത്തിലും ഒരു ലിമിറ്റുമില്ല. അത് ഷിജു എന്ന് പറയുന്ന നിർമ്മാതാവ് എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട എൻ്റെ അനിയനെപ്പോലത്തെ വ്യക്തിയാണ്. അത് എല്ലാ സഹായങ്ങളും പിന്നെ ഒറ്റ വാക്കേ പുള്ളി പറഞ്ഞുള്ളൂ, പടം നന്നാവണം. പടം നന്നായില്ലെങ്കിൽ നമുക്ക് അപ്പം കാണാം എന്നൊരു തമാശയാണെങ്കിൽ പുള്ളി അങ്ങനെ വാക്കും പറഞ്ഞിട്ടുണ്ട്. അതെന്താണാവോ എനിക്കിട്ടറിയില്ല. അപ്പം അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി അപഗ്രഥിച്ച് പഠിച്ചിട്ടാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒറ്റ സിനിമ കൊണ്ട് ഒരു 25 സിനിമയുടെ അനുഭവം, അങ്ങനെ തന്നെ പറയണം. ഒറ്റ സിനിമയിൽ കൂടി അദ്ദേഹത്തിന് 25 സിനിമ ചെയ്തതിൻ്റെ അനുഭവം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സാധാരണ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞാൽ കുറെ പൈസ തരാം, സിനിമ എടുത്തോ, ലാഭം കിട്ടിയ ഇത്ര എന്നൊക്കെ പറയുന്ന കണക്കാണ് പറയാറ്. പക്ഷെ അദ്ദേഹം അതല്ല. എല്ലാ പോയിന്റുകളിലും റീ റെക്കോർഡിങ്ങിലും അതിലും ഇതിലും എല്ലാത്തിലും പുള്ളി വളരെ ഇൻവോൾവ് ആയിരുന്നു. അത് പലപ്പോഴും എൻ്റെ അറിവ് പടം ഞാൻ ചെയ്തിട്ടും എനിക്ക് അന്ന് കിട്ടാത്തൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കഥ വയസ്സെത്രയായി എന്ന് പറയാൻ സ്ത്രീകളല്ല പുരുഷന്മാർക്ക് പഠിക്കാറുണ്ട്. 30 കഴിയാറേ ഇല്ല, 40 കഴിയാറില്ല, 50 കഴിയാറില്ല, 30, 40, 50 ഇങ്ങനെ പറയുന്നല്ലാണ്ട് ആ ഒരു പരിധി വിട്ട് നമ്മൾ പറയാൻ ആർക്കും പറ്റാറുമില്ല, പറയാറുമില്ല. ഈ സിനിമ സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമയാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിലൊക്കെ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്തൊരവസ്ഥയുണ്ട്. കൂടുതൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മലബാർ ഭാഗത്താണ് തോന്നുന്നുണ്ട്. 30, 35, 40 വയസ്സായ ഒരുപാട് ചെറുപ്പക്കാർ എനിക്കറിയാവുന്നതിന് ഒത്തിരി പേരുണ്ട്. അവർക്കൊന്നും പെണ്ണ് കിട്ടാനില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ തന്നെ കൊടകിൽ അല്ലെങ്കിൽ കർണാടകയിലേക്ക് പോയിട്ട് പെണ്ണ് കിട്ടേണ്ട അവസ്ഥയുണ്ട് അവർക്ക്. അപ്പോൾ ഈ സാമൂഹ്യ പ്രസക്തിയിലത്തെ കഥ സിനിമയാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊരു എന്താ പറയുക, സാമൂഹ്യ വ്യവസ്ഥിതിയോടുള്ളൊരു ചൂണ്ടിക്കാട്ടിലൂടെയാണ് ഈ സിനിമ നന്നായി വന്നിട്ട് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാ സിനിമയും എടുക്കുമ്പോൾ നല്ല സിനിമ എന്ന രീതിയിൽ നമ്മൾ എടുക്കാറുള്ളൂ. അത് പരാജയപ്പെടുന്നു വിജയിക്കുന്നതൊക്കെ എന്താ പറയുക, അതിൻ്റെ വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ മീഡിയ സപ്പോർട്ട് വേണം, തിയേറ്റേഴ്സ് ഓണേഴ്സിൻ്റെ സപ്പോർട്ട് വേണം. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ഒത്തുചേരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നല്ല പബ്ലിസിറ്റി കിട്ടാറില്ല, അല്ലെങ്കിൽ എന്താ പറയുക, തിയേറ്റർ ഓണേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ വരിക, ഇതൊക്കെ സിനിമയെ പലപ്പോഴും ബാധിക്കാറുണ്ട്. നല്ല സിനിമ വേണോ, ഓടുന്ന സിനിമ വേണോ? അതാണ് ചോദ്യം. നല്ല സിനിമയാണ്, ആളില്ല. ഞാൻ പറഞ്ഞു, ഓടുന്ന സിനിമയല്ലേ വേണ്ടത്. ഒരു 5-10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരുപാട് ഇപ്പം 50-60 ഒക്കെ കോടികൾ ചെലവഴിച്ചാൽ മലയാള സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കും? ഒരു ബിസിനസ് കൂടിയാണല്ലോ, നാട് നന്നാക്കുക എന്നുള്ള മാത്രമല്ലല്ലോ. ആ ഇറക്കിയ പൈസയെങ്കിലും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സിനിമ എടുക്കേണ്ടതെന്നും അങ്ങനെ കഴിയട്ടെ എന്നുമാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഇറങ്ങിയ പടങ്ങളിൽ എന്താ പറയുക, ഒരു 90% പരാജയം എന്ന് പറയപ്പെടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. നല്ല പടം ആളില്ല. എന്തുകൊണ്ട്? നല്ല പടമാണെങ്കിൽ ആൾക്കാർ വേണ്ടേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരുപാട് പറയുന്നില്ല, സമയം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത, ഇതിൽ അഭിനയിച്ച അഭിനേതാക്കൾ, പ്രശാന്ത് മുരളി ഈ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുള്ളി ആവേശം ചെയ്തിട്ടുള്ളത്. എല്ലാവരും, ഓരോരുത്തരെ എടുത്തു പറയുന്നില്ല, എല്ലാവരും മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നീഷ്യൻ, ക്യാമറാമാൻ, എല്ലാവരും, ഈ എന്താ റീർക്കോഡിന് സൺഫിയർ ഉൾപ്പെടെ എല്ലാവരും ഈ പടത്തിന് വേണ്ടി എല്ലാവരും ആഹോരാത്രം, അങ്ങനെ വേണം പറയാം. ഇപ്പോൾ പ്രൊമോഷനും കാര്യത്തിനൊക്കെ വേണ്ടിയൊക്കെ ആൾക്കാർ ഇരുന്നുകൊണ്ട് വളരെ സപ്പോർട്ടീവായിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം ഫെബ്രുവരി ലാസ്റ്റ് പടം റിലീസ് ചെയ്യും എന്നാണ്
ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് പറയാൻ കഴിയുക. കാര്യങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ നേരത്തെ പറയട്ടെ, മീഡിയ സപ്പോർട്ട് മാക്സിമം വേണം. അതോടൊപ്പം തന്നെ തിയേറ്റേഴ്സ് ഓണേഴ്സും സഹകരിക്കണം. എല്ലാവരെയും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ ഈ സിനിമ ഓടും എന്നാണ് വിശ്വാസം. നന്നായി വരും. നിങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടാവണം, അനുഗ്രഹവും. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സിനിമകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. വിവേകാനന്ദൻ നമ്മുടെ നാടിനെ നോക്കി ഭ്രാന്താലയം എന്ന് വിളിച്ചിട്ട് ഏകദേശം 100-120 വർഷങ്ങളെ ആയുള്ളൂ. ഈ ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കി മാറ്റിയതും പടിപടിയായി ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റുന്നതിലും കലാപ്രസ്ഥാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും സാഹിത്യപരമായിട്ടുള്ള ഇടപെടലുകളുമെല്ലാം വളരെ മാതൃകാപരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. പുറത്തു പറയാൻ, നേരിട്ട് പറയാൻ മടിച്ച പല കാര്യങ്ങളും സിനിമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമൂഹ്യ ജീർണതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം മാറ്റുന്നതിലും നമ്മുടെ സമൂഹത്തെ ഏറ്റവും കാലോചിതമാക്കുന്നതിലും സിനിമ മാതൃകാപരമായിട്ടുള്ള പങ്ക് വഹിച്ചു. ഇന്നാണെങ്കിൽ നമുക്കറിയാം, വലിയ രൂപത്തിൽ മദ്യവും മയക്കുമരുന്നും അതുപോലെ ജാതി വർഗീയ സംഘടനകളുടെ ഇടപെടലുകളും തീവ്രവാദ പ്രവർത്തനങ്ങളുമെല്ലാം അറിയപ്പെടാത്ത ചതിക്കുഴികളിലേക്ക് സമൂഹത്തെ തള്ളിവിടുന്നതിനെതിരെയും അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡയറക്ടർ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിൽ പുറത്തു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറയേണ്ട ഒരു തീം തന്നെയാണ് ഈ സിനിമയും മുന്നോട്ട് വച്ചിരിക്കുന്നത്. സാധാരണ വിദേശത്ത് ജോലി ചെയ്യുന്നവരും പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരുമെല്ലാം നാട്ടിൽ വളരെ പ്രതീക്ഷയോടെ ലീവിന് വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്നാ വന്നത്, എന്നാ പോകുന്നത് എന്നതാണ്. എന്നാ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു മനസ്സിലൊരു വിഷമം ഉണ്ടാകും. കാരണം വന്നേ ഉള്ളൂ, അപ്പോഴത്തേക്കും പോകാൻ. അതുപോലെ തന്നെ ചെറുപ്പക്കാരോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, ചെറുപ്പക്കാരികളോട് ചോദിക്കുന്ന ചോദ്യം കല്യാണമായില്ലേ എന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മറ്റു ചോദ്യങ്ങളും വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ 30 കഴിഞ്ഞ് 40 കഴിഞ്ഞ് പോകുന്ന ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളുമെല്ലാം വിവാഹം വൈകുന്ന, തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ വിവാഹം വൈകുമ്പോഴും വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചെറിയ സ്പന്ദനം നമുക്കറിയാം. ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിലും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അത് സാമൂഹ്യപരമായിട്ടുള്ള കാര്യമാകാം, മതപരമായിട്ടുള്ള കാരണമാകാം, വിവാഹം വൈകുന്നത് ജാതിപരമായിട്ടുള്ള കാരണമാകാം, അതുപോലെ തൻ്റേതല്ലാത്ത മറ്റു പല കാരണങ്ങളുമാകാം. അത്തരത്തിലുള്ള കാരണങ്ങളാൽ വിവാഹം വൈകുന്ന ഒരു ചെറുപ്പക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളെ ഈ സിനിമ ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്നുണ്ട്. ഇതിലും കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിനിമയുടെ കഥ ഇപ്പോഴേ തന്നെ ലീക്കായി കിട്ടും, നിങ്ങൾ സിനിമ കാണില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം, നന്നായി പ്രചരിപ്പിക്കണം. ഇതേപോലുള്ള നല്ല തീമുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ ചർച്ചാ വിഷയമാക്കി മാറ്റണം. ഇത് കൂടുതൽ എഴുതാനും ഇത്തരത്തിലുള്ള സിനിമകൾ കൂടുതൽ ഡയറക്റ്റ് ചെയ്യാനും നിർമ്മിക്കുവാനുമെല്ലാം സമൂഹത്തിനൊരു പ്രചോദനമാകട്ടെ. ഈ സിനിമയുടെ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും എല്ലാം കൂടുതൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം. താങ്ക് യു സാർ, താങ്ക് യു. തോന്നുന്നു അങ്ങനെ പറയാറുണ്ട്. സത്യമായിട്ടോ നിങ്ങൾക്ക് ആയിരിക്കും തോന്നിയിട്ടുണ്ടോ? അല്ലേ? എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് ലേശം അസൂയാണ് പ്രശാന്തിനോട്. കാരണം വെച്ചാൽ ഇങ്ങനെ അഭിനയിച്ച് തകർത്തുമ്പോൾ നമുക്കത് പറ്റുന്നില്ല, ഭയങ്കര വിഷമം. അപ്പോൾ എന്തായാലും ഞാൻ ആധികാരികമായിട്ടും അല്ല ഔദ്യോഗികമായിട്ടും സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്തും അതുപോലെ തന്നെ ഈ സിനിമയുടെ നമ്മുടെ കഥാനായകനായ പ്രശാന്ത് മുരളിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി പ്ലീസ്. വെൽക്കം ടു പ്രശാന്ത് മുരളി. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര ഇൻട്രോ ആയി പോയി പക്ഷേ ഏതൊരു ആക്ടറുടെയും ലൈഫിൽ എനിക്ക് തോന്നുന്നത് അയാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റാണ്, വൺ ഓഫ് ദ മൊമെൻറ്റ്സ് ആണ് അയാളുടെ പടത്തിൻ്റെ ലോഞ്ച്. അപ്പം നായകനായിട്ട് ഇതിനു മുമ്പ് 2 സിനിമകൾ ചെയ്തിരുന്നു. പക്ഷേ സാമ്പത്തികവും സാമൂഹികവുമായ ചില കാരണങ്ങൾ കാരണം അത് രണ്ടിനും ഒരിക്കലും നമുക്ക് അത് ഡിസേർവ് ചെയ്യുന്ന ഒരു പബ്ലിസിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ തിയേറ്ററിൽ എത്തിക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് OTT-യിലാണ് ഇപ്പം കളിക്കുന്നത്. അപ്പോൾ 1 പിഴച്ചാൽ 3 എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആദ്യ സിനിമ അടിയാനാണ്. പിന്നീട് ജിയോ ബേബി സംവിധാനം ചെയ്ത ശ്രീധന്യ കേറ്ററിംഗ് സർവീസ്, ഇപ്പം 3ാമതായിട്ട് ഞങ്ങളുടെ പപ്പൻ സംവിധാനം ചെയ്ത വയസ്സത്രയും 30. ഇത് 1 പിഴച്ചാൽ 3 എന്ന സംഭവം വർക്കാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ കുറേ സംസാരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഈ ഇൻട്രോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം, വല്ലാത്തൊരു ഇൻട്രോ ആയിപ്പോയി. എന്നെ ആദ്യമായിട്ട് സിനിമയിൽ എന്ന് വെച്ചാൽ വയസ്സത്രയിലേക്ക്
എന്നെ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ഫൈസൽ മാഷാണ്. ഫൈസൽ മാഷ് ഇപ്പോൾ ഇവിടെ വരും. പിന്നീട് ഷീച്ചറിനത് ഫിക്സ് ചെയ്തു, എന്നെ കാണാൻ വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോഴൊക്കെ എനിക്കൊരു വിചാരമുണ്ട്, എന്നെ വെച്ചിട്ട് അങ്ങനെ വർക്കാവോ പറഞ്ഞ് നിന്നെ വെച്ചിട്ടേ വർക്കാവോ, അങ്ങനത്തെ ഒരു കഥയാണിത്. പിന്നീട് കഥ കേട്ട് കഴിഞ്ഞപ്പോഴും സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്കും ചെറിയൊരു കോൺഫിഡൻസ് തോന്നി, വർക്കാവേണ്ടതാണ്, കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ നമ്മുടെ പടത്തിൻ്റെ ന്യൂസൊക്കെ ആദ്യം ഈ പറയുന്ന പോലെ ചാനലുകളിലൊക്കെ വിട്ടപ്പോഴാണെങ്കിലും കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു, ആരാണ് ഏതാണ് ഈ കരവാണം എന്നുള്ള ഡയലോഗുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടു. നമുക്കറിയില്ല നമുക്കതിന് ഉത്തരം പറയാൻ പറ്റുമല്ലോ എന്നുള്ളത്. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ ആത്മാർത്ഥതയിൽ, എൻ്റെ 100% എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ ഈ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വൈകാരികമായ ഒരു കാരണം കൂടി ഉണ്ട് അതിന്. അതായത് എന്നെ പോലെ അല്ല, ഈ ബ്രിഗേഷിനെ പോലെ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് വിവാഹം നടക്കാത്ത കുറേ അധികം ആളുകൾ നമ്മുടെ സെറ്റിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്നിരുന്നു. അവരുടെയൊക്കെ നമ്മൾ കാണുന്നതിൽ ഉപരിയായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടെന്നും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമ ചെയ്യാൻ പറ്റിയെന്നും അതിൻ്റെ ഈ സിനിമയിലെ മൊമെൻറ്റ്സ് എൻ്റെ ആത്മാർത്ഥതയിൽ നിന്ന് എനിക്ക് ചെയ്തു വെക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി സിനിമ കണ്ടിട്ട് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും ഇവിടെ എത്തി, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, നമ്മളെ കാണാനെത്തിയ, നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും നന്ദി. ഈ സിനിമയുടെ തുടക്കം തൊട്ട് ഈ മൊമെൻറ്റ് വരെ ഇതിനോടൊപ്പം നിൽക്കാൻ സാധിച്ചതിൽ, അതിന് നിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്ന സർവേശ്വരന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ഏതാ ഈ കരവാണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കരവാണെന്ന് അതൊരു പ്രയോഗമാണ്, എനിക്കറിയില്ല. ഈ കരവാണെന്ന് പറഞ്ഞതും ഏതാണ് ഇവൻ ഇതിന് എന്തൊക്കെ പറഞ്ഞതിനുള്ള മറുപടി ഈ സിനിമയും ഇതിന് ശേഷം വരുന്ന പ്രസാദിനെയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അയ്യോ, ഞാനത് ഉറപ്പായോ നിങ്ങൾ ഞാൻ പറഞ്ഞതല്ല. നമ്മൾ പുതിയൊരാൾ സിനിമയായിട്ട് വരുമ്പം ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ശരിക്കും എന്താണ് നമ്മുടെ പബ്ലിസിറ്റി തന്നെ പെണ്ണ് കിട്ടാത്തവർക്കായിട്ട് ഒരു സിനിമ എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും പെണ്ണ് കിട്ടാത്തവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. ഞാൻ പറഞ്ഞ അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വയസ്സ് എത്രയായി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു സോഷ്യൽ റെലവൻസ് ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ സബ്ജക്റ്റല്ല പറഞ്ഞത്, ഞാൻ പ്രസാദിന്റെ ഭാവിയും എന്താണ് പ്രസാദ് എന്നുള്ളതും ഭാവിയിലെ സിനിമകളിലൂടെയും നമ്മുടെ വയസ്സെത്രയായി എന്ന സിനിമയിലൂടെ നിങ്ങളെ കാണാൻ പോകുന്നതാണ്. ഈ സിനിമ ഞാൻ പൂർണ്ണമായും കണ്ടു, ഇത് ഗ്യാരണ്ടിയാണ്. അത് നല്ല കരുട്ട. സോറി, പോകാനായിട്ടില്ല. പ്രസാദിന്റെ പ്രസൻസിൽ തന്നെ നമ്മുടെ ഈ സിനിമയിലെ കഥാനായിക ചിത്രയുടെ ക്യാരക്ടർ ടീസർ റിവീൽ ചെയ്യുന്നതാണ്. താങ്ക് യു. ഞാൻ അഭിനയിക്കുമ്പം ഫേസ് ചെയ്ത ഏറ്റവും വലിയ കോമ്പറ്റീഷൻ ആയിരുന്നു ഞങ്ങളുടെ ബബിത. ഭയങ്കര ആക്ട്രസ്, ഭയങ്കര മത്സരമാണ്. എന്തായാലും ഞാൻ കണ്ടപ്പോൾ ഞാൻ തുറന്നു പറയാം, ഒരുപാട് സീനുകൾ വളരെ വളരെ മനോഹരമാണ്. പിന്നെ പ്രശാന്ത് ചെയ്ത ഒരു സെന്റി ഡയലോഗ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. ഞാൻ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞുപോയി സത്യം. ഞാൻ പറഞ്ഞത് സെന്റി നന്നായി വർക്കൗട്ട് ആയിരുന്നു. അതുപോലെ തന്നെ നിന്റെ കോമഡി സ്ക്രിപ്റ്റിലുള്ളതല്ല, അല്ല സൂപ്പർ. അപ്പോൾ ചിത്രയുടെ PPT ഒന്ന് കൊടുത്തു നമുക്ക് ഇല്ല? ഓക്കെ. അപ്പോൾ ചിത്രനായരാണ് രണ്ടു പേർക്ക് സംസാരിക്കുക. അതിനുശേഷം നമ്മുടെ ഈ പടത്തിൽ അഭിനയിച്ച കുറച്ച് പേരെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അവർക്ക് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല, അവരുടെ എല്ലാവരുടെയും ക്യാരക്ടർ ടീച്ചർ ഇപ്പം ലോഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടു പേർക്ക് സംസാരിച്ചോ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. നോ ലിമിറ്റ്സ് ഫിലിംസിൻ്റെ ഈ തുടക്കയാത്രയിൽ ഒരു തുടക്കക്കാരിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനെ അംഗമാക്കിയ നമ്മുടെ വയസ്സ് എത്രയും 30 എല്ലാ കുടുംബാംഗങ്ങൾക്കും, പ്രത്യേകിച്ച് ഷിജുവേട്ടൻ, അജയേട്ടൻ, ഗുരുസ്ഥാനത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ ഒരു വേദി ഞാൻ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. ഇനി അങ്ങോട്ട് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അതിന് ഒരുപാട് ടെൻഷൻ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കുക. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ഗുരുസ്ഥാനത്തിൽ എൻ്റെ ഉണ്ണിരാജേട്ടൻ ചെറുപ്പം മുതലേ കാണുന്ന ഉണ്ണിയേട്ടൻ, അതുപോലെ പത്മകുമാർ സാർ, അദ്ദേഹത്തിൻ്റെ മൂവിയിൽ അഭിനയിക്കാൻ പറ്റി. ഞാൻ എൻ്റെ വയസ്സ് എത്രയെന്ന് പറയുന്നതല്ല, പക്ഷേ ഞാൻ TV കാണും, അതുപോലെ സിനിമ കാണും, ആസ്വദിക്കും. അങ്ങനെ ഒരു നല്ലൊരു ആക്ടർ ആവണമെന്നെല്ലാം മനസ്സിൽ കയറാൻ കാരണക്കാരായ കുറേ ആൾക്കാർ ഇവിടെ ഒരു സ്ഥാനത്തും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക, വാക്കുകളില്ല.
അതുപോലെ എൻ്റെ ബ്രിഗേഷേറിൻ്റെ സ്വന്തം ബബിത അനിയത്തിയായി ഈ ക്യാരക്ടർ മുഴുവനും ചെയ്യാൻ പറ്റി. അതിനെ ഒരുപാട് സഹായിച്ചു ബ്രിഗേഷേട്ടൻ, പ്രശാന്ത് ഏട്ടൻ, അതുപോലെ എല്ലാവരും, എൻ്റെ ഹസ്ബൻഡ് ഷിജുവേട്ടൻ. ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയാനുണ്ട്, ഞാൻ ഒരുപാട് മൂവീസൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല, ഒരു 3-4 മൂവി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഒരു സിനിമ എന്നുള്ള ഒരു ഫീലിങ്സിന് കൂടുതൽ നല്ലൊരു കുടുംബം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാൻ പറ്റി ഈ ഒരു സിനിമയായിരുന്നു. കാരണം വടകര ആ ഒരു കാര്യം സ്നേഹം, സാധാരണ ഞാൻ സിനിമ എന്നെല്ലാം പറയുമ്പോൾ പേടിക്കുമായിരുന്നു, അതിൻ്റെ അങ്ങോട്ടേക്കുള്ള ഒരു അപ്രോച്ച്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ സിനിമ ആ ഒരു മേഖല ഭയങ്കര പേടി, പ്രൊഡ്യൂസർ എന്നെല്ലാം പറയുമ്പോൾ വേറെ എൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളെ സിനിമയിൽ രമേശിനെല്ലാം ഞാൻ എപ്പോൾ മുതലേ കാണുന്നത്, എപ്പോഴും ഭയങ്കര സീരിയസ്. സരികേച്ചി സത്യം ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ രമേശി സരികേച്ചിനെല്ലാം ഞാൻ കാണുമ്പോഴേ സിനിമയിൽ കാണുമ്പോഴെല്ലാം ഭയങ്കര എപ്പോഴും കരഞ്ഞ് തൂങ്ങി കിടക്കുന്ന ഒരു ചേച്ചിമാരാണ്. പക്ഷെ കാണുമ്പോൾ എന്ത് ഭയങ്കര ചില്ല്, നല്ല സുന്ദരികളാണെന്ന് നേരിട്ട് കാണാൻ പറ്റിയവരെ. അല്ല, ഇത് സ്ക്രിപ്റ്റഡ് അല്ല, സത്യം ഇതെന്താ അറിയോ, ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു അടുത്ത പടത്തിന്റെ നായകൻ ആരാന്ന് ഇവരോട് ചോദിച്ചു നോക്കിയാൽ മതി. അത് ഇത് ചെയ്യാൻ വേണ്ടി വെറുതെ പറഞ്ഞായിരിക്കും. സത്യം, കാരണം ആ ഒരു ഫീലിങ്സ് ഒന്നുമില്ല. അവിടുത്തെ ഭക്ഷണമായാലും ഏത് കാര്യത്തിനായാലും നല്ലൊരു ഫാമിലി എന്നുള്ള രീതിയിലായിരുന്നു അവിടെ ഉണ്ടായ എല്ലാ ആൾക്കാരുടെയും പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. ഒരു സിനിമ എന്നുള്ളതിൽ കൂടുതൽ ഒരു വലിയൊരു ഫാമിലീൻ്റെ ഒരു മെമ്പറായി എന്നുള്ളതായിരുന്നു ഇതിന് പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുള്ള ഒരു വയസ്സ് എനിക്കായിട്ടില്ല സിനിമാ ജീവിതത്തിൽ. അല്ലാതെ ഞാൻ എൻ്റെ വയസ്സ് ഇത്രയും ആരും ചോദിക്കരുത്. അപ്പോൾ ബബിതേനെ ഭവിതയാക്കാൻ സഹായിച്ച ചിത്രയെ ഭവിതയാക്കാൻ സഹായിച്ച എല്ലാവർക്കും, വയസ്സ് എത്രയുടെ എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി സ്നേഹവും ഈ വേദിയിൽ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. വയസ്സ് പറയണ്ട. അപ്പോ ചിത്രാമ്മയുടെ പ്രസൻസിൽ നമ്മൾ അടുത്ത നമ്മുടെ ആർട്ടിസ്റ്റ്, മെയിൻ ആർട്ടിസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരിക്കും ഇത് കുറച്ച് മുന്നേ ഒരു ടീച്ചർ കാണിച്ചല്ലോ, എൻ്റെ മോള് അത് കണ്ടിട്ട് അമ്മയ്ക്ക് ഇത്രയും ലുക്കോ. അവൾ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനൊരു വേഷത്തിൽ കാണുന്നത്. ഞാൻ ചെയ്യുന്നതും ആദ്യമായിട്ടാണ്. എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞാൽ വന്ന, പക്ഷേ ഭയങ്കര ടെൻഷൻ. എന്നോട് ഈ കഥ പറയുന്നത് IFFKയിൽ വെച്ചിട്ടാണ് ശ്രീചേട്ടൻ. ഞാൻ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്താ പറയുക, ഒരു 20 സിനിമയോളം എൻ്റെ റിലീസായിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. എന്തോ ഒരു എനിക്ക് എന്തൊക്കെയാ എല്ലാം ഞാൻ പ്ലാൻ ചെയ്തൊക്കെ വന്നതാണ്. പക്ഷെ ശരിക്കും അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും ഇത് ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സിനിമ, ഈ ലൊക്കേഷൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ശരിക്കും ഞാൻ കോളേജിലൊക്കെ പോയൊരു അവസ്ഥയായിരുന്നു. ചിത്ര, സരിക, രസ്ന, ഞങ്ങൾ ശരിക്കും അടിച്ചു പൊളിക്കുമായിരുന്നു. പിന്നെ ഇതിൽ നായകൻ ബ്രിഗേഷ് എന്ന വയലിൽ വരുന്ന പ്രശാന്ത് മുരളി, എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു. ഈ ആസിഫ് അലി പറഞ്ഞ പോലെ മലയാള സിനിമ കാണാനിരിക്കുന്നേ ഉള്ളൂ പ്രശാന്ത് മുരളിയുടെ അഭിനയ പാടവം. കിട്ടുന്ന ക്യാരക്ടറെല്ലാം വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ചിത്ര എന്നെ പറഞ്ഞുകൊണ്ട് പറയല്ല, എന്താ പറയുക, ഭയങ്കര നാച്ചുറലായിട്ട് നമുക്ക് പല സീനും ഞാനിങ്ങനെ ഭയങ്കര അതിശയത്തോട് നോക്കി നിന്നിട്ടുണ്ട്. അതുപോലെ സരികയൊക്കെ നേരത്തെ സിനിമയിൽ വരേണ്ടതായിരുന്നു. സരികയുടെ ആദ്യത്തെ സിനിമയല്ലേ? എന്തൊക്കെയോ കമൻ്റ് അടിക്കുന്നു ബാക്കിൽ നിന്നിട്ട്. ഞാനല്ല, പ്രശാന്ത് ഭായി പോയതാണ് സിനിമയുടെ ഭാഗ്യാണ്. നേരത്തെ വരാതിരുന്നു. വന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്കൊരു അവസരം തന്ന ഷീചേറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഷീചേറിനെ എനിക്ക് ശരിക്കും പ്രൊഡ്യൂസറായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ നമ്മുടെ കൂടെ മുഴുവൻ സമയം ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം. എനിക്ക് ശരിക്കും എൻ്റെ ഒരു ബ്രദറിനെ പോലെയായിരുന്നു. നമ്മൾ
തമാശകൾ പറയുകയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സത്യത്തിൽ രമ്യ സുരേഷ് പറഞ്ഞ വളരെ സത്യമുള്ളൊരു കാര്യം തന്നെയാണ്. രമ്യ സുരേഷിൻ്റെ ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയിൽ വളരെ ബോൾഡായിട്ടുള്ള ഒരു എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി റോൾ തന്നെയാണ് രമ്യ സുരേഷ് ചെയ്തിട്ടുള്ളത്. അതിനൊരു സ്പെഷ്യൽ കയ്യടി കൊടുക്കണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമയിൽ പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ ആക്ടിങ്ങിലും പ്രശാന്ത് മുരളിയെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്ത അത് അജിയേട്ടനോട് പ്രൊഡക്ഷനിൽ അജിയേട്ടനോട് കട്ടക്ക് നിന്ന ഷിജു യൂസിയെ നമ്മൾ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കാം. എനിക്ക് പറയാനുള്ള ചാൻസ് പിന്നെ തരുന്നവർ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ. നായകൻ്റെ കൂടെ അഭിനയിക്കുന്നതാണ് വളരെ വിഷമമുള്ള കാര്യമാണ്. അദ്ദേഹം ഒറ്റ ഷോട്ടിൽ റെഡിയാക്കുമ്പോൾ നമ്മുടെ ഒരു 6-7 ഷോട്ടിലെങ്കിലും റെഡിയാക്കണം എന്നുള്ള വലിയ കടമയുള്ള കാര്യമാണ്. പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് ആരും ഒന്നും പറയുകയില്ല തെറ്റിയാലും. അതുകൊണ്ട് ഞാൻ തന്നെ മെല്ലെ നായകനോട് ചോദിക്കലാണ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹം സുഖാനം വിളിച്ച് പറയും ഒന്നുകൂടി ഉഷാറാക്കി എന്നെ ഉഷാറാക്കി എടുത്തതിന് പ്രശാന്തനാണ് ഏറ്റവും കൂടുതൽ